ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് വെള്ളിയാഴ്ചകളിൽ ഞാൻ ചെയ്യുന്ന ലക്ഷ്മി പൂജയാണ്. ഞാൻ എൻ്റെ ചെറിയൊരു വിഗ്രഹമുണ്ട് ലക്ഷ്മി ദേവിയുടെ. ആ വിഗ്രഹത്തിന് ദീപ ധൂപ ആരതി നൽകിയതിന് ശേഷം അഭിഷേകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അഭിഷേകം പാൽ വെച്ചുള്ളത്, ജലം വെച്ചുള്ളത്, പനിനീര് വെച്ചുള്ളത്, തേൻ വെച്ചുള്ളത്, തൈര്, അങ്ങനെ എൻ്റെ മനസ്സിന് തൃപ്തി വരുന്ന രീതിയിൽ ഞാൻ ഇപ്പോൾ തൈര് വെച്ചിട്ടാണ് അഭിഷേകം ചെയ്യുന്നത്. ഓരോ അഭിഷേകം ചെയ്ത് കഴിയുമ്പോഴും ചന്ദനവും കുങ്കുമവും തൊടിയിച്ച് ദേവിയെ ദീപധൂപ ആരതി നൽകും. ശേഷം പിന്നെയും അടുത്ത അഭിഷേകം ചെയ്യും. അതിനുശേഷം ചന്ദനവും കുങ്കുമവും തൊടിയിച്ച് ദീപധൂപ ആരതി നൽകും. വീണ്ടും അങ്ങനെ തന്നെ എന്തൊക്കെ എനിക്ക് അഭിഷേകം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ എൻ്റെ മനസ്സ് നിറയുന്നത് പോലെ ദേവിക്ക് ചെയ്യും. നിങ്ങൾ ഓരോരുത്തരും അതിന് ശ്രമിക്കുക. ലക്ഷ്മി പൂജ നമുക്ക് വീട്ടിൽ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പൂജയാണ് ലക്ഷ്മി പൂജ. അപ്പം ലക്ഷ്മി പൂജ ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും, ലക്ഷ്മി ദേവിയുടെ വിഗ്രഹം വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറ്റും. ലക്ഷ്മി ദേവിയുടെ പൂജകൾ ചെയ്യുന്നതിന് യാതൊരു വിധത്തിലെ തടസ്സങ്ങളുമില്ല. നിങ്ങൾക്ക് മനസ്സുണ്ടായാൽ മാത്രം മതി. ഇപ്പോൾ ദേ പാലഭിഷേകമാണ് ചെയ്യുന്നത്. പാൽ വെച്ച് ദേവിക്ക് അഭിഷേകം ചെയ്തു, പനിനീര് വെച്ച് അഭിഷേകം ചെയ്തു, പിന്നീട് ദേവിക്ക് തേൻ വെച്ച് അഭിഷേകം ചെയ്തു. അപ്പോൾ ഈ ഓരോ അഭിഷേകത്തിന് ശേഷവും ചന്ദനവും കുങ്കുമവും കൊടുത്ത് ദീപധൂപ ആരതി നൽകും. ഓരോ പ്രാവശ്യം അഭിഷേകം ചെയ്തതിന് ശേഷം പിന്നീട് പൂർണ്ണമായിട്ടും അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫോട്ടോകളുണ്ട് ദേവിയുടെ. അതായത് കുബേരലക്ഷ്മിയുടെയും ലക്ഷ്മി ദേവിയുടെയും ഫോട്ടോകളുണ്ട്. ആ ഫോട്ടോയുടെ ചുവട്ടിൽ വെച്ചിട്ട് അതിന് പുഷ്പങ്ങൾ അർപ്പിച്ച് ഞാൻ പൂജ ചെയ്യും. ആ ഫോട്ടോയ്ക്കും അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ തന്നെ ഈ ദേവിയുടെ വിഗ്രഹവും വെച്ചിട്ട് അതിന് പുഷ്പങ്ങൾ അർപ്പിച്ച് ഞാൻ പൂജ ചെയ്യും. നേദ്യമായിട്ട് എന്താണോ ഉള്ളത്, അവലും കൽക്കണ്ടവും കറുത്ത മുന്തിരി മാത്രമാണോ ഉള്ളെങ്കിൽ അത് വെക്കും. ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി വെക്കും. പായസം വെക്കാൻ അപ്പോൾ പറ്റുമെന്ന് വെച്ചാൽ പായസം വെക്കും. എന്താണോ ദേവിക്ക് അപ്പോൾ നമ്മളുടെ നിവർത്തി. ഇപ്പോൾ ഇതേ തേൻ അഭിഷേകമാണ് ചെയ്യുന്നത് നിങ്ങൾ കാണുന്നത്. ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിലൊന്നും ഒരു തെറ്റില്ല. നമ്മുടെ സന്തോഷമാണ്. നമ്മുടെ ദേവീനെ എത്ര നമ്മൾ ദേവിയെ സ്നേഹിക്കുന്നോ കൊണ്ട് നടക്കുന്നോ അത്രയും നമ്മളെ അധികമായിട്ട് ദേവി അനുഗ്രഹിക്കും. അപ്പോൾ അഭിഷേകങ്ങളെല്ലാം ഇങ്ങനെ ചെയ്തതിന് ശേഷം ഈ വിഗ്രഹം വൃത്തിയാക്കി എന്ത് ചെയ്യും, ആ ഫോട്ടോയുടെ ചുവട്ടിൽ ഞാനൊരു പുഷ്പം വെച്ചിട്ട് അതിനകത്ത് വെക്കും. അല്ലെങ്കിൽ ഒരു ചെറിയ പീഠം വെച്ചിട്ട് അവിടെ വെച്ചിട്ട് പൂക്കൾ അർപ്പിച്ച് നാമം ചൊല്ലും. പിന്നെ നേദ്യവും സമർപ്പിക്കും. നേദ്യവും സമർപ്പിച്ച് പൂക്കളും വെച്ചിട്ട് ദീപധൂപ ആരതി ആ ഫോട്ടോയ്ക്കും കൊടുക്കും, ഈ വിഗ്രഹത്തിനും ചെയ്യും. എന്നിട്ട് നാമം ജപിച്ച് കഴിയുമ്പോഴത്തേക്ക് വെള്ളിയാഴ്ചകളിൽ രാവിലെയും വൈകിട്ടും ഞാനിത് ചെയ്യലുണ്ട്. പക്ഷേ ഈ വെള്ളിയാഴ്ച എനിക്ക് രാവിലെ സുഖമില്ലായിരുന്നതുകൊണ്ട് അത് രാവിലെ എണീച്ചത് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ട് ഈവനിങ് ആണ് ഞാൻ ഈ പൂജയൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്ക് എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എന്നുള്ള വൈകുന്നേരം ആക്കുന്നതുകൊണ്ടൊന്നും ഒരു തെറ്റുമില്ല. നമ്മുടെ എല്ലാ അവസ്ഥകളും മനസ്സിലാക്കുന്നത് നമ്മുടെ അമ്മയാണ്. പിന്നെ ആരാ അറിയുന്നേ, അമ്മയ്ക്കേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടൊന്നും നിങ്ങൾ അതിലൊന്നും വിഷമിക്കേണ്ട. അങ്ങനെ അകാരണമായ ചിന്തകളും വേണ്ടാത്ത ചിന്തകളും ഒന്നും വേണ്ട. എല്ലാം നല്ലതായിട്ട് കണ്ടാൽ മതി. ഞാൻ കുബേര വിളക്കും തെളിയിച്ചിട്ടുണ്ട്, ലക്ഷ്മി വിളക്കും തെളിയിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലക്ഷ്മി കുബേര ഫോട്ടോ. അതിൻ്റെ ചുവട്ടിൽ തന്നെ വലിയൊരു താളത്തിൽ അത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ നമ്മൾ ആ മുമ്പ് അഭിഷേകം ചെയ്ത വിഗ്രഹം വെച്ചിട്ടുണ്ട്. തൊട്ട് ചേർന്ന് തന്നെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഒരു കുടത്തിൽ നിറയെ പനീർ റോസ വെച്ചിട്ടുണ്ട്. പിന്നീട് അവല് വെച്ചിട്ടുണ്ട്, ലക്ഷ്മി വിളക്ക് കത്തിച്ചിട്ടുണ്ട്, കുബേര വിളക്ക് തെളിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പഴവും പേരയ്ക്കയൊക്കെ നേദ്യമായിട്ട് സമർപ്പിച്ചു. ചുമന്ന റോസാപ്പൂക്കൾ അർപ്പിച്ച് പൂജ ചെയ്തു, തെറ്റിപ്പൂക്കൾ അർപ്പിച്ച് പൂജ ചെയ്തു, തുളസിപ്പൂക്കൾ അർപ്പിച്ച് ദേവിക്ക് പൂജ ചെയ്തു. പിന്നെ ചെറിയ വിഗ്രഹത്തിന് കുങ്കുമ അർച്ചനയും ഞാൻ ചെയ്തു. അതായത് കുങ്കുമം നമ്മുടെ മോതിര വിരലിലും തള്ളവിരലിലുമായിട്ട് നുള്ളി സമർപ്പിച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ കുങ്കുമാർച്ചന ചെയ്ത് അങ്ങനെ കുങ്കുമം അർച്ചിച്ച് പ്രാർത്ഥിച്ചു. ഇതൊക്കെയാണ് ഞാൻ ഈ വെള്ളിയാഴ്ച ചെയ്തത്. എല്ലാവരും എന്നോട് ചോദിക്കലുണ്ട് വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന പൂജ എന്താണ്, എങ്ങനെയാണ്. പക്ഷേ രാവിലെ വിളക്ക് കത്തിക്കുന്നതൊക്കെ ഒരുക്കങ്ങളൊക്കെ വ്യത്യസ്തമാണ്. മാവില തോരണമൊക്കെ ഞാൻ ഇടലുണ്ട്. എൻ്റെ മുകളിലത്തെ നിലയിലും താഴത്തെയും 2 ഡോറിൻ്റെ അവിടെ മാവില തോരണം ഇടലുണ്ട്. അങ്ങനെ നമ്മളുടെ കട്ടിളപ്പടിയയിൽ പിന്നെ മഞ്ഞൾ പുരട്ടലുണ്ട്. അതിൻ്റെ വാതുക്കൽ വിളക്ക് കത്തിച്ച് വെക്കലുണ്ട്, മാടവിളക്ക് കത്തിച്ച് വയ്ക്കലുണ്ട്. അങ്ങനെ ഇതൊക്കെ എൻ്റെ മനസ്സിൻ്റെ ഒരു ഇഷ്ടമാണ്, എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. ഞാനിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ദേവി അത് സ്വീകരിക്കുന്നുവെന്നും അതിൻ്റെ സർവ്വ ഐശ്വര്യങ്ങളും ഞാൻ അനുഭവിക്കുന്നു എന്നും ഉള്ളത് എനിക്കറിയാം. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ.